ഇൻട്രൊഡക്ഷൻ ഇല്ലാത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യമെമ്പാടും പടർന്നു പിടിച്ചിട്ടുള്ള കോവിഡിനെ പ്രതിരോധിക്കാൻ നമ്മളെടുക്കുന്ന കോവിഡ് വാക്സിന് എങ്ങനെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാവരും വാക്സിൻ എടുത്തിട്ടുണ്ടായിരിക്കാം. എടുക്കാത്തവർ ഇതുവരെ എടുത്തിട്ടില്ല എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഉടൻ തന്നെ പോയി എടുക്കേണ്ടതാണ്. രജിസ്ട്രേഷൻ ചെയ്യാൻ അറിയില്ല എങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് കോവിഡ് വാക്സിനേഷൻ സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് പോകാം. വാക്സിനേഷൻ സ്ലോട്ട് ബുക്ക് ചെയ്യുന്ന മാത്രം കാണുക. നമ്മൾ ആദ്യം തന്നെ coWIN.gov.in എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കിട്ടുന്നത് ഇതേപോലുള്ളൊരു വെബ്സൈറ്റ് ആയിരിക്കും. അതിൽ രജിസ്ട്രേഷൻ ഓർ സൈൻ ഇൻ യുവർ സെൽഫ് എന്നൊരു മഞ്ഞ ബോക്സിൽ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് രജിസ്ട്രേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം ഗെറ്റ് OTP എന്ന ബട്ടൺ കൊടുക്കുക. അതിലൊരു OTP വരും, അതിലൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആ OTP ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പോകുന്നത് ഇതുപോലുള്ളൊരു വിൻഡോയിലേക്കായിരിക്കും. അടുത്ത് നിങ്ങൾ പോകുന്നത് അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ മെമ്പർ എന്ന് കൊടുക്കുക. ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് 4 മെമ്പേഴ്സിനെ ആയിരിക്കും രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. ഇവിടെ വേണ്ട ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. ഫോട്ടോയും ID പ്രൂഫും, പിന്നെ ഫോട്ടോ ID നമ്പർ, പേര്, ജെൻഡർ. അവിടെ നിങ്ങൾക്ക് ആധാർ കാർഡ്, ഫോട്ടോ ID പ്രൂഫിന് പകരം ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് എന്ത് വേണോ വയ്ക്കാവുന്നതാണ്. ഇതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം രജിസ്റ്റർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കോവിൻ സൈറ്റിലേക്ക് രജിസ്റ്റർ ആയി കഴിഞ്ഞിരിക്കും. അപ്പോൾ ഈ ഫോൺ നമ്പർ ഉപയോഗിച്ച് ഇനി നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇനി സ്ലോട്ട് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി അടുത്ത് സ്ലോട്ട് ബുക്ക് ചെയ്യാനും നമുക്ക് ആ സൈറ്റ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. വീണ്ടും നമ്മൾ coWIN.gov.in എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക. അതാണ് കോവിൻ വാക്സിനേഷൻ്റെ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സൈറ്റ് നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് വീണ്ടും ആ യെല്ലോ ബോക്സിൽ കാണാം രജിസ്റ്റർ ഓർ സൈൻ ഇൻ യുവർ സെൽഫ് എന്നും. അതിൽ ഇത്തവണ നിങ്ങൾ കഴിഞ്ഞ തവണ നേരത്തെ രജിസ്റ്റർ ചെയ്ത ആ നമ്പർ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ എല്ലാ തവണയും നിങ്ങൾ OTP ജനറേറ്റ് ചെയ്താൽ മാത്രമേ സ്ലോട്ട് അവൈലബിലിറ്റി കാണാൻ കഴിയുകയുള്ളൂ. ഇനി അടുത്ത് ഗെറ്റ് OTP കൊടുക്കുക. OTP നിങ്ങളുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ടാകും. ഒരു 6 ഡിജിറ്റ് OTP ആയിരിക്കും. ആ OTP ഇതിലേക്ക് ടൈപ്പ് ചെയ്തിട്ട് വെരിഫൈ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ കഴിഞ്ഞ തവണ രജിസ്റ്റർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും വന്നിരിക്കും, ആളുടെ പേരും അക്കൗണ്ട് ഡീറ്റെയിൽസും എല്ലാം. ഇനി അടുത്ത് സ്കെഡ്യൂൾ കൊടുക്കുക. അതിനുശേഷം സ്കെഡ്യൂൾ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ താഴെ പോപ്പപ്പ് ചെയ്ത് വരും, അതിൽ കൊടുക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് അവൈലബിലിറ്റി സെർച്ച് ചെയ്യാനുള്ളതാണ്. സ്ലോട്ട് അവൈലബിലിറ്റി നിങ്ങൾക്ക് 3 ടൈപ്പിൽ സെർച്ച് ചെയ്യാം. മാപ്പ് ഉപയോഗിച്ച് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിലെ പിൻ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും കൊടുത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. ട്രിവാൻഡ്രം എന്ന് ടൈപ്പ് ചെയ്ത മാപ്പിലെ ഉള്ള അവൈലബിലിറ്റീസ് കാണിച്ചു തരും, ഹോസ്പിറ്റൽസിലുള്ള അവൈലബിലിറ്റീസ്. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്, അവൈലബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഒരുപാട് അവൈലബിലിറ്റീസ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് പിൻ ഉപയോഗിച്ചാണ്. നിങ്ങളുടെ ഏരിയയിൽ പിൻ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും കൊടുത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് സെർച്ച് ചെയ്യുമ്പോൾ ഉള്ള ആശുപത്രികളുടെ അവൈലബിലിറ്റിയും ഡേറ്റും കാണിച്ചിരിക്കും. ഇതിൽ ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന അവൈലബിലിറ്റി. യെല്ലോ കളറിലുള്ളത് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് 10-ന് താഴോട്ടുള്ള അവൈലബിലിറ്റീസാണ്. ഇത് ഓരോ സെക്കൻഡിലും ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ലോട്ട് ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ആ റെഡ് കളറിൽ കാണുന്നതെല്ലാം ഫുള്ളി ബുക്ക്ഡാണ്, അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. ഇനി ആ ഗ്രീൻ കളറിലോ യെല്ലോ കളറിലോ കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് അവർ ചോദിക്കുന്നത് നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള സമയമാണ്.
നിങ്ങൾ കൊടുത്ത ദിവസത്തിന് നിങ്ങൾക്ക് വേണ്ട സമയം അതും നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതോടെ നിങ്ങളുടെ കോവിഡ് വാക്സിനായിട്ടുള്ള സ്ലോട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകും. അതിനുശേഷം നിങ്ങൾ ആ പറഞ്ഞ ദിവസം പറഞ്ഞ സമയം പോയി വാക്സിൻ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും അറിയുന്നത് പോലെ ഇപ്പോൾ കോവിഡ് കാലഘട്ടമാണ്. നമ്മളെല്ലാവരും വീട്ടിലാണ്. നമ്മളുടേതായ കെയറുകളെടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ കൃത്യസമയത്ത് നിങ്ങളുടെ വാക്സിൻ എടുക്കാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ വാക്സിൻ രജിസ്റ്റർ ചെയ്യുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.